ഐ ലവ് മുഹമ്മദ് എന്ന മുദ്രാവാക്യം വിളിക്കുന്നതും ബാനർ ഉയർത്തുന്നതുമൊക്കെയാണത്ര ഇപ്പോൾ പ്രശ്നം. ഉത്തർപ്രദേശിലെ ബറേലിയിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായി തടിച്ചുകൂടിയ ആയിരക്കണക്കിന് മുസ്ലിം വിശ്വാസികളെ പോലീസ് മർദ്ദിക്കുന്ന ചിത്രങ്ങൾ, അത്തിച്ചാർജ് അടിക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നം തുടങ്ങുന്നത് സെപ്റ്റംബർ 9 വെള്ളിയാഴ്ചയാണ്. അന്ന് കാൺപൂരിൽ, ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ഐ ലവ് മുഹമ്മദ് എന്ന ഒരു ബോർഡ് വെച്ചതിന് കാൺപൂരിലുള്ള 24 പേർക്കെതിരെ പോലീസ് FIR ഇടുകയാണ്. സെപ്റ്റംബർ 4 ബറേ വഫാത്ത് റാലിക്കിടയിൽ ബോർഡ് ഉയർത്തിയതിനും FIR ഇടുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതിനെതിരെ ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധിക്കുന്നു. ബറേലിയിലെ ഇസ്ലാമിയ ഗ്രൗണ്ടിലാണ് പ്രതിഷേധം നടന്നത്. അങ്ങനെ പോലീസുകാർക്കെതിരെ കല്ലേറുണ്ടായി. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ രൂക്ഷമായ സംഘർഷമുണ്ടായി. പോലീസ് ലാത്തിചാർജ് നടത്തി പ്രതിഷേധക്കാരെ അടിച്ചമർത്തി. ഇത്തിഹാദ് മില്ലത്ത് കൗൺസിൽ ചീഫായ മൗലാന തൗഖീർ റസെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു എന്ന പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പ്രതിഷേധവുമായി എങ്ങും ഐ ലവ് മുഹമ്മദ് പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടാണ് ആളുകൾ പ്രതിഷേധത്തിന് വന്നത്. ഇത് പ്രകോപനമാണെന്നാണ് ഹിന്ദു സംഘടനകൾ അവകാശപ്പെട്ടത്. അടുത്ത ആഴ്ച ദസറ റാലികൾ വരുന്നിടത്താണ് ഐ ലവ് മുഹമ്മദ് ബാനറുകൾ വെച്ചത് എന്നായിരുന്നു അവരുടെ ആരോപണം. അതുകൊണ്ട് ഇത് മതപരമായ പ്രകോപനമുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ഈ ബോർഡുകൾ വെച്ചത് എന്നും സംഘടനകൾ ആരോപിക്കുന്നു. എന്നാൽ പ്രതിഷേധം കനത്തതോടെ ഐ ലവ് മുഹമ്മദ് എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി. അതുപോലെ തന്നെ ഐ ലവ് മഹാകാൽ, ഐ ലവ് മഹാദേവ്, ഐ ലവ് യോഗി, ഐ ലവ് രസഗുള, ഐ ലവ് ബുൾഡോസർ ഇങ്ങനെ തുടങ്ങിയ പല കൗണ്ടർ നെറേറ്റീവുകളും ഹാഷ്ടാഗിലൂടെ ട്രെൻഡിങ് ആക്കാൻ വേണ്ടി പലരും ശ്രമിക്കുകയുണ്ടായി. UP-യിൽ മാത്രമല്ല, കശ്മീരിലും കർണാടകയിലും ഗുജറാത്തിലും അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ പിന്നീട് FIR ഇടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഗുജറാത്തിൽ സംഘർഷമുണ്ടായി. ലക്നൌവിൽ ഐ ലവ് ബുൾഡോസർ എന്ന പേരിൽ ബോർഡുകൾ തന്നെ ഉയരാൻ തുടങ്ങി. ആകെ 1300 ആളുകൾക്കെതിരെയാണ് 21 FIR-കളിലൂടെ 1300 ആളുകൾക്കെതിരെയാണ് ഐ ലവ് മുഹമ്മദ് പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിൽ, ബാനർ ഉയർത്തിയതിൻ്റെ പേരിൽ ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. ഐ ലവ് മുഹമ്മദ് എന്ന മുദ്രാവാക്യം അതൊരു സാർവദേശീയ മുദ്രാവാക്യമാണ്. അത് ഇന്ത്യയിൽ മാത്രമുള്ളതല്ല, അതൊരു ഭക്തി പ്രകാശനമാണ്. പ്രത്യേകിച്ച് നബിദിനം നടന്ന ഉത്സവ വേളകളിൽ, ആഘോഷവേളകളിലൊക്കെ എല്ലായിടത്തും പൊക്കിപ്പിടിച്ച ബാനറാണ്. അതെങ്ങനെ പ്രകോപനമാകുന്നുവെന്നതാണ് ചോദ്യം. അടുത്തയാഴ്ച ദസറ വരാനുണ്ടെന്ന് കരുതി ഈ ആഴ്ച ദസറ വന്നാൽ തന്നെ ആ വഴിയിൽ ഐ ലവ് മുഹമ്മദ് എന്ന ബാനർ വെക്കുന്നത് എങ്ങനെയാണ് പ്രകോപനമാകുന്നത്? അതിനെതിരെ പോലീസ് എന്തിന് നടപടിയെടുക്കണം? അതുപോലെ തന്നെ ആരാണ് യഥാർത്ഥത്തിൽ ദേശദ്രോഹികൾ? സാർവദേശീയ മുദ്രാവാക്യമായ ഐ ലവ് മുഹമ്മദ് എന്ന മുദ്രാവാക്യം ഉയർത്തുന്നവരോ, അതോ ഈ രാജ്യമായ ഇന്ത്യയിൽ ഇവിടെ ഇത്തരത്തിലുള്ള മുദ്രാവാക്യം മുഴക്കാൻ സ്വാതന്ത്ര്യമില്ല എന്നുറക്കെ വിളിച്ച് പറയുന്നവരോ? ഉത്സവങ്ങൾ വരുന്ന സമയത്ത് വീടുകളും പള്ളികളും ടാർപോളിൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് വീടിനകത്തിരിക്കണമെന്ന് ആവർത്തിച്ചു പറഞ്ഞ് ഈ രാജ്യത്തിൻ്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തുന്നവരല്ലേ യഥാർത്ഥത്തിൽ രാജ്യദ്രോഹികൾ എന്നാണ് ചോദിക്കാനുള്ളത്.